നടന്ന എത്രയായി ആ അവസ്ഥ തന്നെ കിടക്കുക ഇപ്പോഴും. കിടക്കുക പിന്നെ വഴി ആയി കിട്ടിയാ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വഴി വേണം, നമുക്ക് വഴി വേണം. വഴി വേണം. പിന്നെ ഇത് അമ്മച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട് ഇപ്പൊ? എന്റെ അപ്പച്ചേട്ടൻ കൂട്ടി 85 വയസ്സ് കഴിഞ്ഞു. ആണല്ലേ? നമുക്ക് നോക്കാം, വഴി കിട്ടുമോ നോക്കാന്നേ. പിന്നെ ഇത്രയും മേലെ അതെ അതെ. പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു. നമുക്ക് നോക്കാം. പോകാൻ പറ്റിയല്ലോ. ഞാൻ അതിലേ വരാം. നമ്മളിപ്പോ ഒരാളെ കൊണ്ടുപോവാണെങ്കിൽ എടുത്തോണ്ട് പോകുന്ന വഴിയാണ്. ഇപ്പൊ ആ വഴിയില്ല. ആ വഴിക്ക് ഒരു ക്രോസും കൂടെ വെച്ചിട്ടുണ്ട്. ആ തൊണ്ടിൽ ഒരു ക്രോസും കൂടെ വെച്ചിരിക്കും. നടന്നു പോലും ഇവിടെ ഇപ്പൊ അങ്ങോട്ട് എത്ര വീടുണ്ട്? അവിടെ ഒരു 5 വീടുണ്ട്. 5 വീടാ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാടമുറിയിലാണ്. വാകത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡ്. നമ്മൾ പറഞ്ഞാൽ പുതുപ്പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേന് പുതുപ്പള്ളിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ കാടമുറി വരെ. എൻ്റെ തൊട്ട് പുറയിൽ ഒരു മരുതനാക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വീട്ടുകാർ താമസിക്കുന്നുണ്ട്. ഇവർക്കൊന്നും വഴിയില്ല, വെള്ളവുമില്ല. നമ്മൾ ഈ 2026 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയെന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം, അവരുടെ പരാതി ഒന്ന് കേൾക്കാം. ഇത് കാടമുറി ജംഗ്ഷനാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കൈതേപ്പാലം ഞാലിയാവഴി റോഡിൽ കാടമുറി ക്ഷേത്രത്തിന് തൊട്ട് സമീപത്ത് ഒരു നല്ല കൊടും വളവുണ്ട്. വളവിനോട് ചേർന്ന് സ്വല്പം താഴോട്ട് പോകുമ്പം ഇതാണ് കാടമുറി ജംഗ്ഷൻ. കാടമുറി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ലോകപ്രസിദ്ധമാണ്. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപത്തു നിന്ന് തന്നെയാണ് ഈ താഴോട്ട് മരുതനാക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതിൻ്റെ താഴവശമാണ് ശരിക്കും മരുതനാക്കുഴി, എങ്കിലും പ്രദേശം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇതിലെ ഒരു ചെറിയ തൊണ്ടാണ്. ഈ തൊണ്ട് വഴി സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ ഇത് 2ആയിട്ട് തിരിയാണ്. എൻ്റെ മുന്നിൽ കൂടെ വേറെ ഒരു തൊണ്ട് താഴോട്ട് കിടക്കുന്നുണ്ട്. ആ തൊണ്ട് സ്വകാര്യ വ്യക്തികളൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ തൊണ്ട് വഴി ആണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ പഴയ തൊണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇതിലേ ആയിരുന്നു വഴിയെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കാരണം ഇവിടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഈ പുതിയ റോഡെന്ന് പറഞ്ഞാൽ അധികം ആയിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പം ഈ വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ മതിലൊക്കെ കെട്ടി ഇതിലിപ്പം നടക്കാൻ പോലും മേലാത്തൊരവസ്ഥയിലൊരു തൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഇടത്തോട്ട് തിരിയുകയാണ്. ഇടത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോഴത്തേന് ഇവിടെ ഒരു 10-30ഓളം വീട്ടുകാർ വളരെ ദുരിതത്തിലാണ്. ദുരിതത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ പുറം ലോകം പോലും അറിയാത്ത, ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി കയറി വരുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എൻ്റെ വീട് പുതുപ്പള്ളിലാണെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. അപ്പം ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇവിടെ സ്ഥാനാർത്ഥിമാരും ഇങ്ങോട്ട് കയറാറില്ല. അവരുടെ കൂട്ടത്തിൽ സ്ലിപ്പ് കൊടുക്കാനൊക്കെ വരുന്നവർ മാത്രമേ ഈ റോഡിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് സ്ഥാനാർത്ഥിമാർക്കും ഒന്നും വലിയ കാര്യമായിട്ട് അറിവുള്ള സ്ഥലമല്ല ഇത്. അപ്പോൾ ഇതിലെ പോകുമ്പോൾ ഒരു ഇടുങ്ങിയ വഴിയാണ്. ഇതെല്ലാം ഇവിടെയെല്ലാം ഇടത് സൈഡിലൊരു വീടുണ്ട്. ആ വീട്ടോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. അതിന് അടുത്ത് തന്നെ വേറൊരു തൊണ്ടാണ്, അവിടെ ഒരു വീടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീട് ഇതിനുള്ളിലുണ്ടെന്നുള്ളത് ഞാനും ഇന്നാണ് അറിയുന്നത്. അപ്പം ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം പരാതി എന്ന് പറഞ്ഞാൽ അവർ പരാതി പറഞ്ഞ് മടുത്തു. അപ്പോൾ അവരുടെ വാർത്ത പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണണം. ഇവിടുന്ന് വീണ്ടും വലത്തോട്ടൊക്കെ ചെറിയ ചെറിയ തൊണ്ടുകളാണ്. ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നടപ്പാതകൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, നിങ്ങൾക്ക് കാണാം. അപ്പം ഇവർക്ക് ഇവിടെയൊന്നും വഴി ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ വയനാട് പോലെ ഒരു സ്ഥലമായി മാറുകയാണ്. വയനാടൊക്കെ ഇപ്പം ഭേദമായിട്ടുണ്ട്. അതിലും പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയായിരുന്നു. അപ്പം നമുക്ക് ഈ വഴി സ്വല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇടത് സൈഡിലൊരു മുകളിലൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിലോട്ടുള്ള വഴിയാണ് ഇത് സ്റ്റെപ്പ് കെട്ടിയിരിക്കുന്നത്. അതുകൂടാതെ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഇവിടുന്ന് എല്ലാം ചെറിയ ചെറിയ വഴികളാണ്. ഇത് ഇവിടുന്ന് ഇടത്തോട്ട് വീണ്ടും ഇവിടെ ഒരു വീടുണ്ട്. അവിടെ ബൈക്ക് കഷ്ടിച്ച് കയറി വരും. ബൈക്കുകാർ വരുന്നത് പേടിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞത്. കാരണം നമുക്കറിയാം, ഞാൻ ഈ കടന്നു വന്ന വഴിയിൽ കുറച്ച് ഭാഗം ഇവിടെ സ്വല്പം വീതിയുണ്ട്. ഇവിടെ ഒരു 3 അടി എങ്കിലും വീതിയുണ്ട്. ഒരു 5 അടി വീതിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എങ്കിലും ഇവിടെ വരത്തുള്ളൂ. ഇവിടെ ബൈക്ക് ഇവിടം വരെ വരും. ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് എതിരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ പെട്ടുപോകും.
അപ്പോൾ ഇവിടെ മുകളിൽ ഇങ്ങോട്ട് കയറി ബൈക്ക് ഇരിക്കുന്നതിൻ്റെ ഇവിടെ മുകളിൽ 2-3 വീടുണ്ട്. അതുകൂടാതെ ഇവിടുന്ന് പിന്നെ ഒരു ചെറിയൊരു തൊണ്ട് വലത്തോട്ടുണ്ട്. ഈ തൊണ്ടാണ്. ആ തൊണ്ട് വഴി പോയി കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഇടത്തോട്ട്. ഇവിടെ എല്ലാം വീട്ടുകാരുടെ അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം, കഷ്ടിച്ച് ഒരാൾക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം ഇവിടെ ഒരുപാട് പേര് അസുഖക്കാരാണ്. ഇവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പോലും ഇവർക്ക് സാധിക്കുന്നില്ല. അത് തന്നെയല്ല, ഇപ്പോൾ ഒരു വീട്ടിലും കുടിവെള്ളമില്ല. ഇതിലെ പൈപ്പ് ലൈനും വന്നിട്ടില്ല. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽപ്പെട്ട വാകത്താനം പഞ്ചായത്തിൻ്റെ 2ാം വാർഡെന്ന് പറയുമ്പം വളരെയേറെ കഷ്ടം തോന്നുവാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു പ്രയാസം തോന്നി. നിങ്ങളൊന്ന് കാണുക, ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം. കണ്ടോ, ഇതിലെ മുകളിലോട്ട് കയറി വരുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടോ, ഇവിടെ എല്ലാം വീടുകളാണ്. ഇവരുടെയൊക്കെ ഒരു വഴി എന്ന് പറയുന്നത് ഈ നടപ്പാത മാത്രമാണ്. ഇടത് സൈഡ് വീടുണ്ട്, അതുപോലെ വലത് സൈഡ് വീടുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം വീട്ടുകാർ എല്ലാം ഉപയോഗിക്കുന്നത് ഈ ഒരു തൊണ്ടാണ്. അപ്പം ഇവിടെയുള്ള ആൾക്കാരെല്ലാം പരാതിയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ടും കാണണമെന്ന് പറയുന്നത്. ഈ തോട്ടത്തിൽ ഇതൊരു റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഉടമയൊക്കെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം ഈ വസ്തുവിനൊക്കെ ഈ തൊണ്ടേ ഉള്ളൂ. അപ്പം കുറേ ആൾക്കാർ മനസ്സ് വെച്ചാൽ ഇവർക്കെല്ലാം വഴിയാവും, വെള്ളമാവും, സ്ട്രീറ്റ് ലൈറ്റും ആവും. പക്ഷേ ആ അധികാരികൾ കണ്ണു തുറക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിന് പ്രയോജനം ഇവർക്കുണ്ടാകണം. കാരണം ഇവരും മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ ഉള്ള ആൾക്കാരാണ്. ഇവരൊക്കെ സമൂഹത്തിൽ മുന്നോട്ട് അവരും ജീവിക്കേണ്ടതാണ്. അവരുടെ തലമുറകൾക്കും മുന്നോട്ട് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വഴിയും വെള്ളവും വേണം. അത് ശരി. എത്ര ദൂരം വെള്ളം അല്ലേ എത്താൻ വേണ്ടി? ആർക്കും വെള്ളമില്ലേ? ആണോ? പഞ്ചായത്തിന്റെ ടാപ്പ് ഒന്നുമില്ല? ആ ശരിയാണ്. ഇവിടെ ഈ കണക്ഷന് വേണ്ടിയോ? അത് ശരി. ആണല്ലേ? അന്നേരം നിങ്ങൾ കുടിവെള്ളമൊക്കെ എന്നാ ഇവിടുന്ന് എടുക്കണേ? അത് ശരി. ഇവിടെ മൊത്തം ഈ ചുറ്റുവട്ടത്തൊക്കെ എത്ര വീടുണ്ട് മൊത്തം? 10? ഇവിടെ 5 വീട്. അവരെല്ലാം ഈ വഴിയാണോ ഉപയോഗിക്കുന്നത്? അവർക്ക് ആ വഴി, അതിലൊരു വഴിയുണ്ട്, പക്ഷെ ഇത് ഇത്രയും വീതിക്കേ ഉള്ളൂ. എല്ലാം തൊണ്ട. ഇവിടെ ഒരു വഴി അവർക്ക് സൗകര്യം, ആ പറമ്പിന്റെ അയാൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊക്കെ. ഈ ഒരു ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇങ്ങനെ വഴി ഈയിടെ എനിക്ക് സുഖമില്ലാതെ വന്നിട്ട് പുറകിലത്തെ പുള്ളിക്കാരി ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. ആണല്ലേ? ഇവിടുന്ന് വഴി വരെ ചെന്നാലേ ഉള്ളൂ വണ്ടി കയറാൻ പറ്റത്തുള്ളൂ അല്ലേ? നല്ല വണ്ടിയാണ്. പിന്നെ ഈ ബൈക്കൊക്കെ പിള്ളേർ വളരെ റിസ്കിലാണ് അവരെ കൊണ്ടിരുന്നത്. ഞാൻ കണ്ട അതിന്റെ പണ്ട് പാടാ. പിന്നെ അതെ അത്ര ഭാഗം കുറച്ച് കിട്ടിയാൽ ഇവിടം വരെ ഒരു വഴി ഒന്ന് കിട്ടിയാൽ മതി അല്ലേ? അത് തന്നെയല്ല അതില് നമുക്ക് ഈ ഒരു മഴയത്ത് അത് എപ്പോൾ ഇടിഞ്ഞു പോരെന്ന് പറയാൻ പറ്റില്ല. ഓടിപ്പോകാൻ പോലുള്ള വഴിക്ക് വീതി ഇല്ല. അതെ ഞാൻ കണ്ടു. പിന്നെ അതെ അത് പല പ്രാവശ്യം പല മെമ്പർമാര് കയറിയിട്ട് ഞങ്ങളെല്ലാം പറയുന്നു. ഈ തൊട്ട് മുകളിലത്തെ അവർക്ക് വഴി അപ്പുറത്തോടെ ഉണ്ടായിരിക്കല്ലേ? ആണോ? പിന്നെ അവർക്ക് അതിനൊക്കെ ചുമന്ന് കയറ്റി പണിതാ. ആ മതിലെല്ലാം കെട്ടിയിരിക്കുന്ന ഭയങ്കര ഇതില്ലേ? അതെ. ഞാനോർത്ത് അവർക്ക് അപ്പുറത്തോടെ വഴി കാണുമല്ലോ. ഇല്ലല്ലോ. ശരി. വാകത്താനം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് അല്ലേ? ഇപ്പൊ മെമ്പർ നമ്മുടെ ഗീതയല്ലേ? ഒരു പോസ്റ്റ് ലൈറ്റും ഇല്ല. കഷ്ടമാണല്ലോ നമ്മളൊക്കെ. ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് 2026 നമ്മുടെ നാടൊക്കെ നന്നായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. ഓരോ മെമ്പർമാരും കയറുമ്പോ ആ മൂലക്കൊരു ലൈറ്റ് ഇടാം, ഇവിടെ ഇട്ട് തരാന്നൊക്കെ പറഞ്ഞു പോകും. ഈ പ്രാവശ്യത്തെ ഗീത കയറിയപ്പോ വഴിയൊക്കെ നോക്കി എടുത്ത് തരാം. ഗീത ഒരു പ്രാവശ്യം പ്രസിഡന്റ് ആയിട്ട് ഇരുന്നല്ലേ അല്ലേ? ആ ഗീതയല്ലേ? ആ വാർഡിലായിരുന്നു. ഗീത തന്നെയത്. ആണോ? ആ വാർഡിലായിരുന്നു പുള്ളിക്കാരൻ നിന്നത്. ഈ വാർഡിലോട്ട് മാറുന്നു. ഇത് ജയിച്ചു. ഞങ്ങളോട് പറഞ്ഞ വഴിക്ക് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തുതരാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി പോയിട്ട് ജയിച്ചു കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷൻ വന്നിട്ട് ഞാൻ ചോദിച്ചു ചേച്ചി ആ വഴിയുടെ കാര്യത്തിന്
അന്നേരം പറയും ആ ബേക്കറിക്കാർ ഇങ്ങോട്ട് പറഞ്ഞു വരാൻ തരത്തില്ല, മതിൽ ഇപ്പുറത്തെ സൈഡിൽ മതില് പൊളിക്കണമെന്ന് ഞാൻ ചോദിച്ചാൽ ആ മതിലൊക്കെ നിൽക്കുന്ന കണ്ടോ? പിന്നെ അതെ 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 അതിലൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ നമ്മൾക്കൊക്കെ ആ പിള്ളേരൊക്കെ ഇതിൽ വരുമ്പം എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഈ മഴക്കാലത്ത്. പിന്നെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതല്ലേ അവരോട് ഇവരൊന്ന് പറയണ്ടേ? അതെല്ലാരും കൂടെ കൂടി സംസാരിച്ചാൽ ഇപ്പൊ MLA യും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാം കൂടെ സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളൊക്കെ ഉള്ളൂ. ഏതാ ഈ വഴി പഞ്ചായത്തിൽ നിന്നുള്ള വഴിയാണോ? ഈ കോൺക്രീറ്റ് ചെയ്ത് തന്നാരാ? പഞ്ചായത്തുകാരെന്നാ നേരത്തെ തൊട്ടുള്ള. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിയെല്ലാം ഒന്ന് കണ്ട് ആദ്യം ഒന്ന് നോക്കിയേ. അതെല്ലാം ഭയങ്കര കഷ്ടമായിപ്പോ. ഞാൻ ആദ്യമായിട്ട് കയറി വന്ന കേട്ടോ. ആണല്ലേ, എല്ലാം തൊണ്ടും. ആണല്ലേ, ഇത്ര ഭാഗത്തല്ലേ. ഇതല്ലേ ഈ കോൺക്രീറ്റ് ചെയ്ത് തന്നിരിക്കുന്ന പഞ്ചായത്താണോ? പഞ്ചായത്തുകാർ ചെയ്ത് തന്നാ? ഇത് അങ്ങോട്ടും? അപ്പൊ ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത റോഡ് തന്നെയാ അല്ലേ? അവിടെ എത്ര വീടുണ്ട് താഴെ? ആണല്ലേ, അവരെല്ലാം ഉപയോഗിക്കുന്നത് ഈ വഴിയാ? ആ തൊണ്ടും അപ്പുറത്തെ ഒരു തൊണ്ടും കൂടെ ഉണ്ടല്ലേ? അതല്ലേ ഇടുങ്ങിയ തൊണ്ട് തന്നെയല്ലേ? അത് ശരി. എന്നാണ്ട് മുകളിലോട്ടല്ലേ? അവിടെ ശരി. അവർ എല്ലാവരും ഈ വഴി തന്നെ ഉപയോഗിക്കും. അവിടുന്ന് വേറെ വഴിയുണ്ടോ? അല്ലാ തൊണ്ട് വേറെ ഉണ്ടോ പുറയുന്ന അവിടുന്ന്? അല്ല, ഉള്ളിക്കേരിയല്ല, മുകളിലുള്ള വീട്ടില്. അതെ, ഇവർ ഈ വെള്ളം അടുപ്പിച്ച് അവിടെ മുകളിലും കണ്ട് കൊണ്ട് ഇട്ടിട്ട് അങ്ങനെ അടുപ്പിച്ചെന്നാ പറയുന്നത്. നിങ്ങളിത് എല്ലാവരോടും പഞ്ചായത്ത് മെമ്പറോടും പ്രസിഡന്റിനോടൊക്കെ പറഞ്ഞാണോ? പഞ്ചായത്ത് വാഗ്ദാനത്തൊക്കെ ആണല്ലേ? 3 ഇലക്ഷനായിട്ട് ഇപ്പം സ്ഥിരമായിട്ട് പറയുന്നു. എല്ലാ വർഷവും ഇത് തന്നെ പറയുന്നത്, അടുത്തതിന് ശരിയാക്കാം, അടുത്തതിന് ശരിയാക്കാം. അത് മാറ്റമൊന്നുമില്ല, തുടർച്ചയായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അവിടെ എത്ര വീടുണ്ട്? അവരും എല്ലാം അതെ അതെ. ഇത്ര അവിടെ കുറച്ച് വീതിയെങ്കിലും ഉണ്ട്. അവിടെ എത്ര ഉണ്ട്? ഇവിടെ ഒട്ടുമില്ല, ഇങ്ങോട്ട് വരുന്നത് ഒട്ടുമില്ല. ഈ തൊണ്ട അത് അങ്ങോട്ടുള്ള ഒരു ചുമ്മാ വെട്ടിയിട്ടേക്കുന്നു. ഇതാണ് വഴി. അല്ല, അവരെ കയറി നടന്നു പോകുന്നുള്ളൂ അല്ലേ? പുള്ളി സമ്മതിച്ചേക്കുന്നില്ല, ശരി. ഇതാണ് ശരിക്കുള്ള വഴി. ഏറെക്കുറെ 10-20 വീടിന് മുകളിലുണ്ടല്ലേ? ഉണ്ടല്ലേ. അവിടുന്ന് മറ്റേ ആക്രിക്കടയുടെ കയ്യിലെ കയറി ആ വഴി കയറി വരുന്നത്. അപ്പൊ ഈ ബൈക്ക് എന്നറിയാം എങ്ങനെയാ നിങ്ങളിങ്ങനെ കൊണ്ടുവരുന്നത്? കൊണ്ടുവരും അല്ലേ? അപ്പുറത്തൊന്നും വേറെ വഴി? 2 ബൈക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾ പുറകോട്ട് പോകണം. അത് ശരിയാണ്. ബൈക്ക് പുറകോട്ട് പോയാൽ അവിടെ ആ മരമൊക്കെ നിൽക്കുന്നുണ്ട്, അതിലൊന്നും അല്ലേ? പാടാ അല്ലേ? മരം എല്ലാം വളർന്നു. തന്നെയല്ല, രാത്രിയാണെങ്കിൽ എഴുതിന്റെക്കളെ നോക്കണം. പിന്നെ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കാട്. പഞ്ചായത്തിന്റെ ആണെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേ കണ്ടേ. ഇവിടെ എങ്ങും ഇല്ല. അല്ല, സ്ട്രീറ്റ് ലൈറ്റിനൊന്നും കാണുന്നില്ല. അതായത് പിടിപ്പിച്ചൊന്നും ബൾബ് കത്താ കിടന്നിട്ട് 3 വർഷമായി. ബൾബ് കിടപ്പുണ്ട്, അതിലും മാറിത്തരാൻ നമ്മൾ മര്യാദ കാണിക്കണം. ഇത്ര നടന്നു പോകുന്നുണ്ട്. ഇലക്ഷന് മാത്രമേ ഇങ്ങോട്ട് കയറി വരുള്ളൂ. അല്ല, വോട്ടിന് മാത്രം എല്ലാവരും വരുന്നുള്ളൂ. മാത്രമേ അവർ കറക്റ്റായിട്ട് വരും. ശരിയാക്കാം, ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. അത് അന്നത്തെ ഒരു ദിവസത്തേക്ക് കൊടുത്തു. അതെ 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 അതെ. പിന്നെ അപ്പൊ ഇവിടെ നിങ്ങളുടെ ശരിക്കുള്ള പരാതി എന്താ? നിങ്ങൾക്കൊരു ഓട്ടോയെങ്കിലും കയറത്തക്ക രീതിയിലൊരു വീതി വഴി കിട്ടണം. നമുക്ക് വീണ്ടും ആദ്യം വന്നില്ലെങ്കിൽ ഇവിടെയാണല്ലോ അവിടെയാണെങ്കിലും വണ്ടി വരുന്നത്. ഒരു ആശുപത്രിയിലൊക്കെ ആണെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ വഴി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എടുത്തുകൊണ്ട് പോകും? എടുത്തുകൊണ്ട് പോകാൻ തന്നെ പാടല്ലോ, ഒരാൾക്ക് നടന്നു പോകാൻ പറ്റില്ല. അതെ അതെ. പിന്നെ ഒരാളെ കൂടെ കൂട്ടിപ്പിടിച്ച് നമ്മളങ്ങനെ പോകുന്നു. വെട്ടമില്ല. ഇത് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിൽ വരാൻ ഭയങ്കര എന്നെ പാടാന്നറിയാം. ഈ സ്ഥലത്തിന്റെ ഉടമ എവിടെയുള്ള? പുള്ളിക്ക് കുഴപ്പമില്ല, പുള്ളിയെത്തോണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വഴി ആശ്രയിച്ച് ഇത്ര ഉള്ളിൽ ഇത്രയും വീടുണ്ടെന്നുള്ളത് ഞാൻ ശരിയാണ്. ഈ ഒരു വഴി മാത്രമാണ്. താഴത്തുള്ളവർക്ക് വേറെ ഒരു അല്ല, അവർക്കും തൊണ്ടല്ലേ ഉള്ളൂ? ഇതുപോലെ ഒരു തൊണ്ടേ ഉള്ളൂ. ആർക്കും വണ്ടി വരുന്ന വഴികളൊന്നുമില്ല. മെയിൻ റോഡിലോട്ട് പോകണം. ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഉള്ളൂ. അതെ അതെ. അങ്ങോട്ട് കണക്ട് ചെയ്യാം.
അല്ല ഞാനിപ്പോൾ ആ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ആ ചേച്ചിക്ക് മേലാതെ ഇരിക്കുക, അന്നേരം ഒന്ന് ആശുപത്രി പോലും കൊണ്ടുപോകാൻ ഒരു വഴിയില്ലെന്ന് പറഞ്ഞു. കേസിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളെങ്ങനെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് അതെ അതെ തന്നെ നടന്നു പോകാൻ പറ്റത്തില്ല. ഒരാളോട് നമ്മൾ എടുത്തുകൊണ്ട് എങ്ങനെ പോകും? വണ്ടിക്കാർ പോലും വരിക വെള്ളം അടിക്കാൻ. അതന്നല്ല, വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പാറയാ, വെള്ളം പറ്റുന്ന ഏരിയ. ഇവിടെയൊക്കെ ഒരു വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ മേളെ വണ്ടി വരുള്ളൂ, അത്രയും ഓസ് വരുന്നവരെ കാണത്തില്ല. അപ്പൊ നമ്മൾ അവിടെ പോയി ബക്കറ്റിൽ പിടിച്ചു വേണം വീട്ടിൽ കൊണ്ടുപോകാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല വണ്ടിക്കാരെ വിളിച്ചാൽ പോലും വണ്ടിക്കാരെ എവിടെയാ കൊണ്ട് നിർത്തുന്നത് അല്ലേ? ഓസ് ഇത് നീളം ഒരു പമ്പ് ചെയ്തില്ലെന്ന് പറയുന്നത്. ജനുവരി തൊട്ട് ഏകദേശം മെയ് മാസങ്ങളിൽ ഇവിടെ വെള്ളം ഇല്ല, 4 മാസത്തോളം വെള്ളം ഇല്ല. ഇവരൊക്കെ സ്ഥിരം അടിക്കുക, എല്ലാ ദിവസവും ഒരു ഇന്ന് രാവിലെ അടിച്ച വെള്ളം ആണല്ലേ? ഈ വഴി വരെ വണ്ടി വരുള്ളൂ. പിന്നെ വെല്ലോറിനും പഞ്ചായത്തിന്റെ ഒരു പൈപ്പ് ലൈൻ പോലും ഇതിലെ വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഈ പുതിയ ജലജീവന്റെ ഒക്കെ വന്നിട്ട് അതും പോലും വന്നിട്ടില്ല. വളരെ കഷ്ടമാണ്. ഇവിടുന്ന് ഇടയ്ക്ക് ഏതാണ്ട് 500 രൂപ വെച്ച് പിരിച്ചെന്നൊക്കെ പറഞ്ഞു, പിരിച്ചായിരുന്നു 500 രൂപ വെച്ച്. വാർത്താനം പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്നാണ് ഈ ജലനിധിക്ക് ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചത്. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടും ഇല്ല. അത് വകമാറ്റി ചെലവാക്കുകയല്ല ചെയ്യുന്നത്. അത് തന്നെയാ എല്ലാവരും ഇത് കാണിക്കുന്നത്. നിങ്ങളെ അവിടെ അതിലെടുത്തോണ്ടാണോ വരുന്നത്? ആ കയറി വരുന്നു. പിള്ളേരും എല്ലാം അങ്ങനെയാ പോകുന്നു അല്ലേ? ഇവിടെയൊക്കെ താമസമായിട്ട് എത്ര വർഷമായി? അതേപോലെ നിങ്ങൾ ഏകദേശം 30 എനിക്കിപ്പോ 29 വയസ്സായി. 29 വയസ്സായി ഞങ്ങൾ നമ്മളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ട്. ആധാരത്തിൽ 1300 വർഷത്തെ പഴക്കമുണ്ട്. ആണല്ലേ? കുറേ വർഷമാണ്. ആ അതെ അതെ. അതെ 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 അതെ. ഓട്ടോ എങ്കിലും ഒന്ന് കയറി വന്നാൽ മതി അല്ലേ? വഴി വരെ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് മാറ്റി കിട്ടി. നമ്മൾ ഇവിടുന്ന് എങ്ങനെ ഒരാളെ എടുത്തോണ്ട് പോകും? ആ വഴി കൂടെ ഒരാളെ എടുത്തോണ്ട് നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല, തന്നെ നടന്നു വരാൻ പറ്റില്ല. അവിടെ എന്ന് കഴിഞ്ഞാൽ ഇത്ര നമ്മുടെ പൊക്കത്തിന് മതിൽ കെട്ടി വെച്ചിരിക്കും. ഈ വഴിയിലോ? നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ ഞാൻ അതിലേ വരാം. അറിയാലോ, നമ്മളിപ്പോ ഒരാളെ കൊണ്ടുപോവാണെങ്കിൽ എടുത്തോണ്ട് പോകാൻ പറ്റുമോ? അല്ല ഇതിനെ എങ്ങനെ കൊണ്ടുപോകാൻ? ഞാൻ വന്നപ്പോഴത്തേക്കും കണ്ടു ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു സ്വല്പം വീതി ഉള്ളതുള്ളൂ. എന്ത് പാടുപെട്ട് ഇത് വെച്ചാൽ പഞ്ചായത്തിന്റെ കിട്ടിയതാണ്, പഞ്ചായത്ത് കോൺടാക്ട് ചെയ്തായിരുന്നു. രണ്ടവിടെ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് ആയി പോയായിരുന്നു. പഞ്ചായത്ത് ഈ ചെറിയ തൊണ്ടുകളെല്ലാം കോൺക്രീറ്റ് ചെയ്യാൻ പഞ്ചായത്തിന് ഫണ്ടുണ്ട്. അത് ഓരോ വകുപ്പിൽ അവർ ചെയ്യുന്നുണ്ട്. പലയിടത്തും ഇപ്പം തൊണ്ടുകൾ MLA ഫണ്ടൊന്നും അല്ല, പഞ്ചായത്തിന് തന്നെ അതിന്റെ ചുമതല എല്ലാം പഞ്ചായത്തിന്. ആ ആ നമ്മൾ ചോദിക്കാഞ്ഞിട്ടല്ല, എല്ലാ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോഴും നമ്മുടെ ആവശ്യം ഇതാണ്, വഴിയും വെട്ടവും വെള്ളവുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതെ അതെ. അല്ലാതെ നമ്മള് വേറെ അല്ലെന്നേ നമുക്കിപ്പം ഒരു സാധാരണ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടത് വഴിയും വെള്ളമാണ് അത്യാവശ്യം വേണ്ടത്. ഇവർ കാര്യം നമുക്കൊന്നും വീട്ടിൽ കൊണ്ടൊന്നും തരുന്നൊന്നുമില്ല, നമ്മൾ വില എടുത്ത് തന്നെയല്ലേ കഴിയുന്നത്. അപ്പം അത് സൗകര്യം ചെയ്തു തരേണ്ടത് പഞ്ചായത്തും മറ്റു അധികാരികളൊക്കെയാണ്. അവരൊക്കെ ഒന്ന് കണ്ണു തുറക്കട്ടെ, ഇതൊക്കെ കണ്ടട്ടെ. വോട്ടിന് മാത്രം എല്ലാ കൊല്ലം വരും. അത് കഴിയുമ്പോൾ പിന്നെ ടാറ്റ പറഞ്ഞു പോകും. ആരും ചെയ്തു തരുന്നില്ലെന്ന് പറയുന്നില്ല, എല്ലാം ചെയ്തു തരാന്ന് പറയാം. എല്ലായിടത്തും ഇത് തന്നെ കളി. അതെ അതെ. നമുക്കിത് പഞ്ചായത്തിന് ഒരു പുതിയ പ്രസിഡന്റാണ് വന്നിരിക്കുന്നത്. പുള്ളി നമുക്ക് അറിയാവുന്ന ആളാണ്, പുള്ളി കുഴപ്പമില്ലാത്ത ഒരാളുമാണ്. അപ്പം നോക്കട്ടെ, നമുക്ക് ശ്രമിച്ചു നോക്കാം ഒന്ന് ചെയ്തു തരാമെന്ന്. MLA യുടെ ശ്രദ്ധയിലും പെടുത്താം നമുക്ക് ഈ കാര്യങ്ങൾ. പറഞ്ഞു ഈ കാര്യം ഇവിടെ കൊണ്ട് മറിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അതെ അല്ലേ, മനസ്സിലായി, അതൊന്ന് മനസ്സിലായി. ഇത് ഇവരെ ആരും ഈ വഴിക്ക് വിടും കാണുന്നു. അല്ല ഇത് പൊതുജനങ്ങൾ അറിയണം, മറ്റുള്ള ആൾക്കാരും കൂടെ അറിയണം നിങ്ങളുടെ അവസ്ഥ. ഇത്രയും കഴിഞ്ഞ മെമ്പറായിരുന്ന ഇരുന്ന സമയത്ത് ഇതിനൊരു തീരുമാനം വന്നേച്ച് പുള്ളി അമേരിക്കയ്ക്ക് പോവുകയും ചെയ്തു. നേരത്തെ ഒരു മെമ്പർ അല്ലേ പുള്ളി? ജോബിയാ പുള്ളി അമേരിക്കയ്ക്ക് പോയി. ജോബി പുള്ളി ഇവിടെ വന്ന് ആദ്യമേ ഞങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾക്കുള്ള വഴി ആദ്യം റെഡിയാക്കി തരും, അതുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ആ പുള്ളിയെ വിജയിപ്പിക്കുകയും ചെയ്തതാ. പിന്നെ ആ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പോയി. അതെ. ഇപ്പോഴത്തെ മെമ്പറുടെ ശ്രദ്ധപ്പെടുത്തിയോ പുതിയ ഭരണസമിതി? അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാ പറഞ്ഞാൽ കാര്യമുള്ളൂ. എല്ലാവരും ശ്രദ്ധപ്പെടുത്തി. അയൽവക്കത്തുള്ള അവർക്കറിയാം, എല്ലാം ശരിയാക്കി തരാന്ന് പറയും. അതെ അതെ അതെ. വോട്ടിന്റെ ദിവസം വരെ ഉള്ളൂ. അതെ അതെ. ശരിയാക്കുന്ന 5 വർഷം കഴിഞ്ഞാൽ അല്ല കുടിവെള്ളം പോലും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രയാസം തോന്നി. രാത്രി ഇതിലൊന്ന് വന്നു നോക്ക് ഈ വഴി. അല്ല ഇപ്പം പകല് വരുമ്പോൾ തന്നെ നമുക്കറിയാം കാട് പിടിച്ച് കിടക്കുന്ന വെട്ടവും കൂടെ ഇല്ലെങ്കിൽ അവസ്ഥ. നമുക്ക്
ടോർച്ച് ഇല്ലാതെ പോലും ഇതിലെ നമുക്ക് ഇറങ്ങി പോകാൻ പോലും പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു വെട്ടയിലിട്ട് തരാം. പിന്നെ അതെ 4 ബൾബ്. ഇപ്പൊ ആ വീട്ടിൽ അവിടുന്ന് അപ്പുറത്തോട്ട് തൊണ്ടുണ്ടോ ആ വീടിന്റെ താഴെ വരുന്നത്? എല്ലാം ഇങ്ങോട്ട് കയറി വരുന്ന എല്ലാം ചെറിയ ചെറിയ തൊണ്ടുകൾ അല്ലേ, അല്ലാതെ ഒരു വഴിയായിട്ടുള്ള ഇങ്ങോട്ട് അങ്ങനെ പോകാൻ 5.5 അടി വീതിക്ക് വഴിയുണ്ട്. 5.5 അടി വീതിക്ക് നേരത്തെ ഉണ്ടായിരുന്ന വഴി അത് കാളവണ്ടി ഓടിക്കൊണ്ടിരുന്ന അതിലെ വന്ന് ഇങ്ങനെ കരോട്ടുന്ന കാളവണ്ടി ഓടിക്കുന്നത്. ഈ വഴി ഇല്ലായിരുന്നു. ഞാനിവിടെ വന്ന് 45 വർഷമായി താമസിക്കുന്നുണ്ട്. ഒരു 15 വർഷം മുമ്പ് ഞങ്ങൾ അതിന് വേണ്ടി പിടിച്ച വഴിക്ക് വേണ്ടി വില്ലേജിൽ തന്നെ. വില്ലേജിൽ നിന്ന് എല്ലാം എടുത്തോണ്ട് വന്നതാ. അവർ ഞങ്ങളെ കൊണ്ട് കാണിച്ചതാണ് 5.5 അടി വീതിക്ക് താഴോട്ട് വഴിയുണ്ടെന്ന്. അവിടെ കല്ല് ഇട്ടിട്ടുണ്ട്, അതും കാണിച്ചതാണ്. അതൊക്കെ അടഞ്ഞു പോയി അല്ലേ? അത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ജോബി എന്ന് പറഞ്ഞ പുള്ളി നിന്നപ്പോണ്ടല്ലോ, അവര് രണ്ടും ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് അവിടെ കെട്ടി അടച്ചിരിക്കുന്നു. അവിടെ നിൽക്കുന്ന 90 ഇഞ്ച് വണ്ണമുള്ള തേക്ക് ഒരെണ്ണം നിൽപ്പുണ്ട്, വഴിയില്ല നിൽക്കുന്നു. അതിന്റെ അപ്പുറം ഇപ്പുറം കല്ല് കിടക്കാം, സർവ്വക്കല്ല് ഈ വണ്ണമുള്ള കല്ല്. വില്ലേജിൽ നിന്ന് വന്ന് ഞങ്ങളെ തോണ്ടി കാണിച്ചാ. നിങ്ങൾ വെട്ടിക്കൊള്ളാനും പറഞ്ഞു. പ്രശ്നം ഉണ്ടാകുന്നതിനുണ്ടല്ലോ, അതിലെ വഴി വരുന്ന പ്രശ്നം ഉണ്ടാകുന്ന അവിടെ സർവേക്കല്ല് മുന്നേ ഉണ്ടായിരുന്നു. ആ സർവേക്കല്ല് പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴത്തേക്ക് കല്ലില്ല. ഇത് കാണിച്ച് ഞാനിത് ഒരാളെ കാണിച്ചിട്ട് പോയി, ഇത് കല്ല് കിടക്കുന്ന കണ്ടെന്ന് കാണിച്ചു പോയാ പിറ്റേ ദിവസം വരുമ്പോ കല്ല് അവിടെ കല്ലില്ല. അല്ല, ഇതിന്റെ ഇപ്പൊ നമ്മൾ എന്നാ കല്ലെടുത്ത് മാറ്റിയാലും വില്ലേജിൽ ഇതിന്റെ റെക്കോർഡ് ഉണ്ടല്ലോ, അളവ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. വില്ലേജ് ഓഫീസറൊക്കെ പറയണമെന്ന് ഇതൊക്കെ അളക്കണമെന്ന്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇവരെല്ലാം നിൽക്കുന്ന. അധികാരികളെന്ന് പറയുന്നത് ജനസേവകരാ. നമ്മുടെ ആവശ്യം നടത്തി തരേണ്ട ആവശ്യം. 5.5 അടി വീതിക്കുള്ള ഇപ്പൊ ഒരു 2 അടി വീതിയില്ല താഴത്തുള്ളതുണ്ട്. ഇവിടുന്ന് മോളിൽ 6 അടി വീതിക്കുണ്ടല്ലോ. അതെ ഉണ്ടല്ലോ. അങ്ങോട്ട് 2 അടി വീതിക്ക് പോലും ഇല്ല. അവിടെ നിന്ന് കൊണ്ട് കെട്ടി അടച്ചു. കണ്ട അപ്പുറത്തെ താഴത്തെ വീട്ടുകാരുടെ അവിടെ വെച്ച് കെട്ടി അടച്ചു. അല്ല, ഇതിവിടെ ചെയ്തപ്പം പഞ്ചായത്ത് ഈ വഴിയുടെ ഇതുണ്ടല്ലോ. പഞ്ചായത്ത് രേഖയില്ലാതെ അവർ കോൺക്രീറ്റ് ചെയ്യത്തില്ലല്ലോ. പഞ്ചായത്ത് ഏറ്റെടുത്ത വഴികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് അവിടെ വരെ ചെയ്തു. അത് കഴിഞ്ഞപ്പോ വീട്ടുകാർ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് പിന്നെ ബാക്കിയുള്ള ഇങ്ങോട്ട് ചെയ്തു. എല്ലാവർക്കും ഈ വഴിക്ക് അത്യാവശ്യം ഇല്ലെന്നു. അവർക്കാണ് ആദ്യം പരിഗണന തരേണ്ടത്. അതെ അതെ. അപ്പൊ ഞാനത് കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർ ജോബിയോട് പറഞ്ഞു, അത് ഇവിടുത്തെ ഇവരുടെ വെല്ലിച്ചെന്ന് പറഞ്ഞായിരുന്നു ഈ വഴി ഈ സമയത്ത് വീതി കുട്ടിയോ ഒരു 8 അടി വീതിയോ 10 അടി വീതിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാനവിടെ നിന്നാ ഇത് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് തന്ന ആളോട് അന്നേരത്തെ അത് തന്നെയാണ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞല്ലേ ഞാൻ ചോദിച്ചായിരുന്നു. അന്നേരം പറഞ്ഞു അത് നടക്കുകയല്ല, ബാക്കിയൂടെ പൂർത്തീകരിച്ചത് അത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളല്ലേ അവരിവിടെ അവർക്കെന്തെങ്കിലും കിട്ടണം, അവര് വെറുതെ സ്ഥലം കൊടുക്കുവോ? അല്ല, നമുക്ക് കൊടുക്കുമ്പം അവരുടെ വീട്ടിലേക്കും കൂടെ വഴി വേണ്ടേ? പിന്നെ അവർക്കും വഴി വേണം. അതാണ് ഉദ്ദേശം വന്നിരിക്കുന്നത്. അത്യാവശ്യം എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് എല്ലാം നമ്മളെല്ലാം കൂടി ഒന്ന് കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ അത്യാവശ്യം ചെറിയ അല്ലേ ഒരു ഫോട്ടോ കടന്നു വന്നാൽ മതി എല്ലാവർക്കും അല്ലേ? അതെ അതെ. ഇവിടെ ഈ വീട് പണിയുന്നവരെല്ലാം അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ചുമക്കുമായിരുന്നു എല്ലാം. അത് ശരിയാണ്. 3000 രൂപ വണ്ടി പാറപ്പൊടി ഇറക്കിയ 3000 രൂപ വേണം മേളിൽ കൊണ്ടുവരില്ല. ചുമട്ട് കൂലി തന്നെ. വണ്ടി പാറപ്പൊടി വീട്ടിൽ വരെ 6000 രൂപയാവും. എങ്ങനെ വീട് വെക്കും? അങ്ങോട്ടൂടെ ഞാൻ അങ്ങോട്ടും കൂടെ നോക്കാം. നമുക്ക് ആ വഴിയും കൂടെ നോക്കാം. ഇതിലിങ്ങനെ ഒരു തൊണ്ടുള്ളൂ അല്ലേ? അതെ, സ്ഥലമാണ്. ഇതിങ്ങോട്ട് പോണം. ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ വഴി ഉണ്ടാക്കാൻ? ശരി. ഇവര് ക്രിസ്ത്യാനിയുടെ ഇവര് കുറച്ച് സ്ഥലം തരാന്ന് പറഞ്ഞ വഴിക്ക് തരാന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും വഴിയുടെ കാര്യം കണ്ടപ്പം കഷ്ടം തോന്നി കേട്ടോ. നമ്മുടെ ഇവിടെ വഴി ഉണ്ടല്ലേ? ഈ വഴി തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഈ റബ്ബർത്തോട്ടത്തിന്റെ ഉടമസ്ഥ സമ്മതിച്ചിട്ടുള്ളതല്ലേ? പക്ഷെ അപ്പുറത്തെ കക്ഷികളുടെ ഈ ആ മതിൽ പൊളിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം.
അതേതായാലും നടക്കുന്ന കേസ് കെട്ടല്ല. പിന്നെ ആ വഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടം വരെ ചെന്നിട്ട് മുകളിലുള്ളവർക്കും കൂടെ വഴി വേണമെന്നാണ്. ഇതെല്ലാം കൂടെ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ. പിന്നെ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് സാമ്പത്തിക ബാധ്യത കാരണം ഉപേക്ഷിച്ചെന്നാണ് കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. അല്ല, ഇതൊക്കെ അത്യാവശ്യം പഞ്ചായത്തൊക്കെ ചെയ്തു തരേണ്ടത് ഈ വഴിയൊക്കെ തന്നെയല്ല അത്യാവശ്യം ചെയ്തു തരേണ്ടത്. സൗകര്യക്കാർക്ക് ബാക്കിയുള്ളതിനെല്ലാം പഞ്ചായത്തിന് ഇഷ്ടം പോലെ ഫണ്ടുണ്ടല്ലോ, എല്ലാ പഞ്ചായത്തിനും ഇഷ്ടം പോലെ ഫണ്ടുണ്ട്. ആവശ്യമില്ലാത്തതിന്. ആണോ ഇവിടുത്തെ? ഈ വീട്ടിലല്ലേ? അതെ. അമ്മച്ചിയുടെ ഒക്കെ അതുകൊണ്ട് അതുപോലെ വടിയും കുത്തി എങ്ങനെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകുന്നു? ആശുപത്രി എങ്ങനെ കൊണ്ടുപോകുന്നു? ഇതൊക്കെ എടുത്തോണ്ടാ പോകുന്നത് ഞങ്ങൾ കസാര. ഇത് വർഷങ്ങളായി ഇങ്ങനെ പറയത്തിലുണ്ടായിട്ടുണ്ട്. ഇതിന് ഒരു തീരുമാനം ഇന്ന് വരെ ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ വിളിച്ചത്. എങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം ഇതാണ് നമുക്ക് പഞ്ചായത്തിന്റെ ഒരു ഇട്ട് തന്നു. അതെ, പഞ്ചായത്തുകാര് ചെയ്തു തന്നു. ആ വഴി മെയിൻ വഴി എന്നുള്ള ഇത് മറ്റേ കട അപ്പുറം കയറി വരുന്നല്ലേ? ഞങ്ങൾക്ക് വീതി കൂട്ടി തന്നാച്ചാൽ മതി. അപ്പുറത്താണേലും എവിടെയാലും അവിടെ നിന്ന് കയറി പോരാനായിട്ടുള്ള ഇവിടെയൊക്കെ വീതിയുണ്ട്. ഇവിടെയൊക്കെ വീട്ടുകാർ വരും. പക്ഷെ അവിടുത്തെ വീട്ടുകാരെ ഒന്ന് സമ്മതിപ്പിച്ചിട്ട് ഒക്കെ എന്തുമാത്രം വേണേലും വീതിക്കെടുക്കാൻ സംഭവിച്ചാൽ ഈ മതിൽ വരെ പൊളിച്ചു തരാനായിട്ട് നേരത്തെ ആവശ്യമുണ്ടിരുന്നവർ അവർ സംഭവിച്ചതാണല്ലേ. അവിടുത്തെ പക്ഷേ അവിടെ ഇപ്പം ലക്ഷങ്ങൾ കൊടുക്കണം അവിടുന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ ഞങ്ങൾ കയറണമെങ്കിൽ അല്ലേ? ലക്ഷങ്ങൾ ഇത്രയും ഇവിടെ 15 വീട്ടിൽ ഇവിടെ സാധാരണക്കാര് എടുക്കാൻ പറ്റുക. പിന്നെ വേറൊരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടൊരു പുറമ്പോക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യത്തിൽ അത് കെട്ടിയാണ്. മെമ്പറും കൂടെ കൂട്ടാൻ മെമ്പറും കൂടെ കൂട്ടാൻ അവിടെ കണ്ടില്ലായിരുന്നു വീതിക്ക് കുറെ വഴി കിടന്നത്. ആ വഴി താഴോട്ട് ഇവിടം വരെ ഉണ്ടായിരുന്നു. പണ്ട് ഉത്സവകാലത്ത് ആറാട്ട് നടന്നുകൊണ്ടിരുന്ന വഴികളാണ് അതൊക്കെ. ഈ വഴി ഇതിലെ വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ വന്നായിരുന്നു. അന്നേരം ആ വഴി മറ്റേ വലിയ വഴി ഇല്ലായിരുന്നു അല്ലേ? അത്രയും വീതിക്ക് കിടന്ന വഴി ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് കയറി പോകുന്ന വഴിയായിരുന്നു. ഇപ്പൊ ആ വഴിയില്ല. ആ വഴിക്ക് ഒരു ക്രോസും കൂടെ വെച്ചിട്ടുണ്ട്. ആ തൊണ്ടിൽ ഒരു ക്രോസും കൂടെ വെച്ചിരിക്കും. നടന്നു പോലും ഇവിടെ ഇപ്പൊ അങ്ങോട്ട് എത്ര വീടുണ്ട്? അവിടെ ഒരു 5 വീടുണ്ട്. 5 വീട്. അവിടെ വരെ വഴി തീരുവാണ്. ഇത് പിന്നെ UDFന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇരുന്നപ്പോഴാണ് ഇത്രയെങ്കിലും സൗകര്യം ഉണ്ടാക്കി തന്നത്. ഞാൻ പാർട്ടിക്കാരനാണ്. അല്ല, ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം അല്ലല്ലോ. നമ്മുടെ എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. നമുക്ക് വഴിയല്ല വേണ്ടേ? എന്നോട് ചോദിച്ച കക്ഷികളുണ്ട്, അത്യാവശ്യം നടന്നു പോയാൽ പോരെന്ന്. ഇവിടെ ഒരു രോഗികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ചുമട് അവിടെ ചുമ. പിന്നെ ഇവിടുത്തെ ഇത് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോ. ഇവിടുന്നൊക്കെ എങ്ങനെയാ? ഇവിടെ ഒരു അമ്മ കിടപ്പുണ്ട് മേലാതെ. അവരെ കൊണ്ടുപോകുന്നത് മുകളിലൊരു കാല് മേലാതെ ഒരു ആളുണ്ട്. അവരെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങള് ഈ 2 വീലറെ വേണം വഴി കൊണ്ടാക്കാനായിട്ട്. ഏതാ ഞാനിപ്പോ അമ്മച്ചിയെ കണ്ടപ്പോഴത്തേനും അവർക്ക് അമ്മച്ചിയൊക്കെ അങ്ങോട്ടല്ല അത്രയും അവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം. വെള്ളത്തിന്റെ ഇപ്പൊ ഞാൻ കിണർ ഉപയോഗിച്ചിരിക്കുകയാണ്. വെള്ളമില്ല. പഞ്ചായത്ത് വെള്ളം കൊണ്ട് വന്നാല് അപ്പുറം കുറെ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് പഞ്ചായത്തിന്റെ വെള്ളം തീരുക. ഇങ്ങോട്ട് വെള്ളമില്ല. അത് പിന്നെ അടുത്ത ദിവസം. അല്ല, ഇവിടെ നിങ്ങൾക്ക് എല്ലാം കൂടെ ഉപയോഗിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഇങ്ങനെ പല സ്ഥലത്തും ടാങ്ക് വെക്കുന്നുണ്ടല്ലോ, വലിയ ടാങ്ക് പഞ്ചായത്ത് അല്ലേ? ഇവിടെ അങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് പോലും പഞ്ചായത്ത് ടാങ്ക് ഞാൻ കൊണ്ട് തന്നേച്ചാൻ പറഞ്ഞ ടാങ്കിന്റെ പൈസ നിങ്ങൾ കൊടുക്കണം. മൂന്നാം പോക്ക് അവൻ എടുത്തോണ്ടും പോയി. പിന്നെ അതൊക്കെ കാണിക്കുന്നത് നമ്മാടി തരാം. BJP പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്നൊരു ടാങ്ക് വെച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോ കൊണ്ട് വെച്ചാ ടാങ്ക്. ജയിച്ചു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ആ ടാങ്കും കൊണ്ട്. അല്ലെന്ന് അവിടെ ഇപ്പൊ വണ്ടി വരുന്നത് അവിടെയാണോ വെള്ളം വണ്ടി വരുന്നത്? ഇവിടെ നമുക്ക് വെള്ളത്തിന്റെ അല്ല, അങ്ങനെ വന്നിട്ട് ഒരു വലിയ ടാങ്ക് വെച്ചിട്ട് അതിന്റെ അകത്തോട്ട് നിറച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാം സെപ്പറേറ്റ് എങ്ങനെ എടുക്കുകയല്ലേ ചെയ്യല്ലേ? എടുത്തോണ്ടെങ്കിലും പോകാൻ പറ്റുന്നത് അതുപോലും ചെയ്തു തരുന്നത് കിട്ടിയാൽ മതി. ഏതാ കുടിവെള്ളത്തിന്റെ പ്രശ്നം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലാ സ്ഥലത്തോട്ടും വഴി തുറന്നിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ സ്ഥലത്തോട്ട് ഒരു പൈപ്പ് പോലും ഞാൻ കണ്ട ഒരു പൈപ്പ് ലൈൻ പോലും ഇല്ല. ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി അവിടെ കൊണ്ടുവന്നിട്ടൊരു
നേരത്തെ പൊങ്ങന്താനത്തിന്റെ ഒരു സ്കീമുണ്ടായിരുന്നു. പൊങ്ങന്താനത്ത് വെള്ളം ഇതിലേ വരിക. ഒരു ദിവസം വെള്ളം വന്ന് ബാക്കി ദിവസം മുഴുവൻ ഗ്യാസാണ് വരുന്നത്. ഷൂ എന്നുള്ള ഒച്ച മാത്രമേ ഉള്ളൂ, വെള്ളമില്ല. പൊങ്ങന്താനത്ത് നിന്ന് ഉള്ളത് സാധനം ഇവിടെ വരിക, ആ ഒരവസ്ഥയിലാണ്. പിന്നെ അതുമില്ല, പിന്നെ അതിന്റെ ആവശ്യമില്ല. അത് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് പൈസ മുടക്കി ഒപ്പിച്ചത്. ഇവിടെ വരെ ഉണ്ട് വഴിയല്ലേ? അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്, ആരും വരാതെ. ആണല്ലേ? ഞങ്ങളുടെ അമ്മച്ചി ഇരിപ്പുണ്ട്. എല്ലാരും വരാതെ പ്രായാതിഥി കഴിയുന്നവരാ. ആണല്ലേ? ഇവിടുത്തെ അമ്മച്ചിയുണ്ട്, ഇവിടെ വരുമ്പോ കാണാം. അതെ അതെ. അത് കാലുമേലാതെ അന്നിരുന്നല്ലേ? കുറഞ്ഞു ഇല്ലല്ലോ. ഇവിടുന്ന് ബൈക്കാ കൊണ്ടുപോകും, വണ്ടിക്ക് പോയിച്ച് പിന്നെ തിരിച്ച് ഇവിടെ ആരെങ്കിലും എവിടെ തൊട്ടക്കേട് തന്നെയാണ് ഡ്രസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നലെ പുളിമൂട്ടിലെ സന്തോഷിന്റെ വണ്ടി. ഇവിടുത്തെ കിണറുകളിലൊന്നും വെള്ളമില്ല. ആര് കണ്ടാലും ഒരു നല്ല കിണറുണ്ടെന്ന് പറയാല്ലേ? പിന്നെ മഴക്കാലാകുമ്പോ കിട്ടും. ഇതിപ്പോ ഈ പ്രാവശ്യം ഭയങ്കര വരൾച്ചയല്ലേ? അതെ, ഇന്നിപ്പം മഴക്കടത്ത് ഇപ്പം ഞങ്ങളുടെ വെള്ളം പറ്റുന്നായിരുന്നു, ഇപ്പൊ പറ്റുമോ? ഇന്നിപ്പം 9ാം വാർഡിൽ ഇന്ന് മെമ്പർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇടവിട്ട് വെള്ളം വരുത്തണം. തോട് പറ്റി. ഞാനിന്ന് രാവിലെ ഒന്ന് തോടി നോക്കിയപ്പം തോട്ടിലൊന്നും എല്ലാം ഒന്നും വെള്ളമില്ല. ഇവിടെ അതുമില്ല, വെള്ളം വരണമെങ്കിൽ പൈപ്പ് വേണം. അതെ 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 അതെ. നോക്കാം, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും നോക്കാം. ഇവിടുത്തെ അമ്മ മേലായിരിക്കും, വേറെ ഒരു ആൾക്കാർ. അല്ല, ഞാൻ കണ്ടോളാം. മേലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിളിക്കണ്ട. അയ്യാ, ഇതില് നമ്മുടെ ഈ തോൾ പൊക്കം പൊക്കി വെച്ചിരിക്കുക, അതിനിടയിൽ കൂടെ വേണം നടക്കാൻ വേണ്ടി. അത് ഏതായാലും ഇറങ്ങിപ്പോന്നെ ആ വഴി, ഈ വഴി നേരെ ഇറങ്ങിപ്പോന്ന അങ്ങോട്ടാണ്. ആ രണ്ട് വീട്ടുകാർ കുറച്ച് ഒരേ വീതം രണ്ടുപേരും വലിച്ചു വെച്ചാൽ വഴിയായി. അകത്തോട്ടുള്ളവരെല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? വരെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് തരികയല്ല. അല്ല, 5 സെന്റും 3 സെന്റും ഉള്ള ഒരു സ്ഥലം തരാമെന്ന് പറയുന്നുണ്ട്. കൂടുതലുള്ളവരാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ പുതുപ്പള്ളിക്കാരൻ പോലീസുകാരൻ അയാൾ ഒട്ടും തരത്തില്ല. അയാൾ ഒട്ടും തരത്തില്ല. അയാൾ ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയുന്നത് എല്ലാ വീട്ടിലും ഉണ്ട് മേലാഴിയുള്ളവര്. വഴി ഒന്നും ചോദിച്ചാൽ എനിക്ക് ഇവിടെ വരാൻ വഴി ഒന്നും ചോദിച്ചാൽ വഴി ഒന്നും. അവിടെ നിന്നാ മതി, ഞാൻ പോരാൻ ഇറങ്ങണ്ട. ഇരിക്കാനാണോ? പിടിച്ചു തന്നാ അവിടെ ഇരുന്നോട്ടാണ്. അമ്മച്ചി, ഇങ്ങോട്ട് വരാൻ വഴി വല്ലതും ഉണ്ടോ അമ്മച്ചിക്ക്? വീട്ടിലോട്ട് വരാനുള്ള വഴി വല്ലതും ഉണ്ടോ? ഞങ്ങൾക്കുള്ള വഴി ഇത് ഒരു കുഞ്ഞു തൊണ്ടായിരുന്നത്, നടന്ന എത്രയായത് ആ അവസ്ഥ തന്നെ കിടക്കുക ഇപ്പോഴും. കിടക്കുക. പിന്നെ വഴി ആയിക്കോട്ടെ, കിട്ടിയാ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വഴി വേണമെന്ന്, നമുക്ക് വഴി വേണം. വഴി വേണം. പിന്നെ അമ്മച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട് ഇപ്പൊ? എന്റെ അപ്പച്ചേട്ട് കൂട്ടി വരെ 85 വയസ്സ് കഴിഞ്ഞു. ആണല്ലേ? നമുക്ക് നോക്കാം, വഴി കിട്ടുമോ നോക്കാന്നേ. എടുത്തോണ്ടാ വന്നത്. പിന്നെ ഇത്രയും മേലെ എടുത്തോണ്ടാ വന്നേ. ആ വഴി വന്നിട്ട് അതെ അതെ. പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു. നമുക്ക് നോക്കാം, എന്തെങ്കിലും വഴി ശ്രമിച്ചു നോക്കാം. ആയിക്കോട്ടെ. പിന്നെ അതെ അതെ. നമുക്ക് വഴി വേണം. അതെ, അവിടെ കൂടെ ഒന്ന് കാണാമായിരുന്നു. അതെ അതെ. ഇതിൽ എങ്ങോട്ടാ കയറിക്കൊണ്ട്
ആ വഴി നിൽക്കുന്ന കണ്ട പറഞ്ഞത് ഇത്ര മണ്ണുള്ളത്. ഈ തേക്കോ? ഈ തേക്ക് വഴി നിൽക്കുന്ന ഒന്ന് ഞങ്ങൾ വില്ലേജിൽ നിന്ന് പോയി എടുപ്പിച്ച് അവരൊന്ന് എല്ലാം എടുത്തതാണ് ഇതിൻ്റെ. അത് കഴിഞ്ഞപ്പോൾ അവർ കെട്ടിയെടുത്തു ഉണ്ടോ. വഴിക്കകത്ത് നിൽക്കുന്ന തേക്കാണ് അത്. 90 ഇഞ്ച് വണ്ണത്തോളം ഉണ്ട്. 90 ഇഞ്ച് മേളിൽ വണ്ണമുണ്ട്. ആ വഴിയാണ് കെട്ടിയടച്ച് വിരിച്ചിരിക്കുന്നത്. ഇവർക്ക് 63 സെന്റ് സ്ഥലമുള്ളൂ ഈ വീട്ടുകാർക്ക്. ഇവരിത് കെട്ടിയടച്ചപ്പോൾ അവർക്ക് അത് കൂടുതൽ കിട്ടി. ഇത് പുറമ്പോക്ക് കിടക്കുന്നത്. ആ പുറമ്പോക്ക് കെട്ടിയടച്ചിരിക്കുന്നതിൻ്റെ അത് അവിടെ ചെന്ന് നോക്കണം. കെട്ടിയടച്ചിരിക്കുന്നത് എങ്ങനെയാണ്, വഴി വരേണ്ട രീതി എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ കാണാം. അതുണ്ട് ഇങ്ങനെ പുറത്ത് കെട്ടിക്കുന്നുണ്ട് അവിടെ നിന്ന്. ആ വഴി ഇവിടം വരെ ഉള്ളൂ. ഇപ്പം ഇതിങ്ങനെ കെട്ടിയടച്ചിട്ടുണ്ടോ അവിടെ വരെ ചെന്നിട്ട് ആ വീട്ടുകാർക്ക് വന്നിട്ട് ഇതിങ്ങനെ കെട്ടിയടച്ചിട്ടുണ്ടോ. ഇവിടെ കൊണ്ട് വഴി തീർന്നു അന്നേരം. ഇവിടെ കൊണ്ട് ആ വഴി തീർന്നു. ആ വഴി മറ്റേ മോളിൽ വരുന്ന വഴിയാ. ഈ വഴി തീർന്നിരിക്കുകയാണ്. ഇത് കെട്ടിയടച്ചിരിക്കുകയാണ്. അല്ല അങ്ങോട്ട് നേരത്തെ തൊണ്ടുള്ളല്ലോ, അപ്പുറത്തോട്ടുള്ള കൊള്ളായിരുന്നു. വില്ലേജിൽ കിടപ്പുണ്ടെന്നേ. ഈ തൊണ്ട് ഈ കെട്ടി അത് കെട്ടിയടച്ചിരിക്കും. അതിവിടെ കാണുമ്പോ അറിയാം, എല്ലാവർക്കും അറിയാം ഇങ്ങനെ മാടച്ച് കെട്ടി. 5 അടി വീതിക്കാ വഴി കിടക്കുന്നത്. 6 അടി വീതി കൊണ്ട് ഇതിലാണ് ഞാൻ പറഞ്ഞ കാളവണ്ടി വരെ ഓടിക്കൊണ്ടിരുന്ന ഏരിയ. മറ്റേ വഴി ഇല്ലായിരുന്നു പണ്ടത്തെ കാലത്ത്. ഞാനിവിടെ വന്നിട്ട് 45 വർഷം ആയുള്ളൂ. അപ്പൊ ഇത്തരം കയ്യേറ്റങ്ങളൊക്കെയാണ് നടക്കുന്നത് അല്ലേ? ഇത്തരം കയ്യേറ്റങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ അത് തീർച്ചയായിട്ടും കാണുമ്പോഴേ അറിയാം. അമ്മ അവിടെ മുമ്പ് കൂനി പിടിച്ചിരുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെ തൊണ്ട, ഞാൻ കണ്ട് തൊണ്ടെല്ലാം. എല്ലാവർക്കും തൊണ്ടല്ലേ അല്ലേ? എല്ലാവർക്കും തൊണ്ടോ. എനിക്കാണ് 2 വീലർ പോലും ഓടിച്ചില്ലത്. വഴി വെച്ചിട്ട് പോകേണ്ടത്. അതെ അതെ. ഈ തേങ്ങിന്റെ ഇപ്പറയാണ് നടക്കുന്നത്. തേക്ക് ഇപ്പൊ അവരുടെ ഇതിന്റെ അകത്താക്കി. അല്ല വില്ലേജിൽ ഉള്ളതാ. ഞങ്ങൾ രണ്ടുകൂടെ പോയി വില്ലേജിൽ പോയത് വന്ന് അവർ അളന്നോണ്ടൊക്കെ പോയതാ. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ അവിടെ ഇങ്ങോട്ട് വന്നാൽ 2 വീലർ പോലും സൈഡ് കൊടുക്കാൻ നമുക്ക് പറ്റിയ ഏതായാലും ഇവിടം വരെ എടുത്തോണ്ട് ഈ പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. എങ്ങനെ വിട്ടുപോകും? അവിടെ തന്നെ ചെരുപ്പം കെട്ടിയിരിക്കുകയല്ലോ. മഴപ്പറ്റി എടുത്ത് അപ്പൊ ഇവിടുന്ന് തൊട്ടടുത്താ മെയിൻ റോഡ് അല്ലേ? അതിനാണ് ഈ കിടന്നുകൊണ്ട് ഞങ്ങൾ ഈ കട്ടപ്പാട് ഇത്ര ഓടുന്ന അല്ലേ? ഓടുന്നു. ഇപ്പൊ 150 മീറ്റർ എങ്കിലും ഞങ്ങൾ വട്ടം കറങ്ങി ആണ് ഇവിടെ വരാൻ വേണ്ടി. ജനതീയ വായ്പ പോയിക്കുന്നുണ്ടോ? അങ്ങോട്ടൊന്നുമില്ല. ഒരു പൈപ്പ് പോലും അങ്ങോട്ടും ഈ വീട്ടുകാർക്ക് വരെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ അവിടെ വരെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങോട്ടുള്ളവർക്ക് എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ഒരാളൊന്ന് ചത്ത കിടന്നാൽ പോലും എടുത്തോണ്ട് പോരണമെങ്കിൽ ഒരു മാർഗവും ഇല്ല. അതെ അതെ. നമ്മുടെ വോട്ട് മാത്രം മതി. നമ്മുടെ വോട്ട് മാത്രം മതി. ഈ ഇടവക്കൂടെ എങ്ങനെ ഒരാളെ എടുത്തോണ്ട് വരും? സത്യാണ്. പിന്നെ അത് കയറി പോകാനുള്ള അതെ അതെ ഇതുപോലും ഇല്ല. ഇത്രയും വീതിയുള്ള ഒരു സ്ഥലത്ത് വരും. ഇതിനകത്തൂടെ ഒരു ബൈക്ക് അങ്ങോട്ട് പോയാൽ അടുത്ത അവിടെ നിന്ന് ഒരു ബൈക്ക് വന്ന് അവിടെ നിർത്തണം. അതെ അതെ. പിന്നെ ഈ സ്വച്ഛതയിലൊക്കെ 2 സൈഡിലും മാത്രം പിടിച്ചോണ്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. സൈഡ് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ വെള്ളം വരെ ഇവിടെ വഴിയിലിട്ട് വെള്ളം അടിപ്പിക്കണം. വണ്ടി ഇല്ലാത്ത കാരണം വണ്ടി അവിടെ കക്ഷികളും ഈ വണ്ടി ഇല്ലാത്ത കാരണേ ആവശ്യമുള്ളവര് ഈ ട്യൂബ് മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുക. കാരണം വണ്ടി ഇവിടെ കിടക്കത്തുള്ളൂ. അവർക്ക് അതിനുള്ള ഓസ് വരത്തുള്ളൂ. ആ ഓസ് ഇല്ലാത്ത കാരണം സ്വന്തമായിട്ട് ഓസ് മേടിച്ച് വെച്ചിട്ട് ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് അടിക്കുക.
ഇവിടെ അല്ല വണ്ടി കിടക്കുന്നത്. അതെ അതെ, ഭയങ്കര കഷ്ടം അങ്ങോട്ട് തന്നെയാണ്. കയറി വരത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. മഴക്കാലത്തൊക്കെയാണ് വെള്ളമൊഴുക്കുള്ള തൊണ്ടുകൾ അതെല്ലാം. ആ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയാണ് മൊത്തം വെള്ളം ഒഴുകും. വെള്ളമായിരുന്നു അല്ലേ? ആ ഈ വെള്ളത്തിൽ കൂടെ ഞങ്ങൾ നടന്നു പോയിരുന്നത്. വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം. അതെ അതെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തെന്നി വീണിട്ടുണ്ടോ എന്റെ മൊബൈലിൽ. അത് വീണും തന്നെ അല്ല, വഴിവിളക്ക് പോലും ഇല്ല. അതെ അതെ, ഒരു സ്റ്റേറ്റില് പോലും ഇല്ല. ഇത് ഇവിടെ പോലും ഇല്ല. ലൈനില്ല. പിന്നെ ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ആ, ഈ ഇത്ര ഇടയ്ക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലെ കംപ്ലീറ്റ് വെള്ളം ഒഴുകും. ആൾക്കാർ മുഴുവനും ഇവിടെയാ തെന്നി വീഴും. മുഴുവൻ പാലും രണ്ട് മഴ പെയ്ത് മുഴുവൻ പായല. ആ, ഇതൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും കൂടെ എല്ലാവരും വീഴും. നേതാക്കന്മാരും എല്ലാവരും വീഴും. നടന്നു പോയാ പോരെന്നോ? അതൊക്കെ വഴിയുള്ളവർക്ക് വഴിയില്ലാത്തവരുടെ വെള്ളം അറിയില്ല. അതെ അതെ. നടന്നാൽ മതിയല്ലോ. ഏതാ ഇങ്ങനെ നടന്ന് വീട്ടിലിരുന്നാ മതി. എല്ലാരും അങ്ങനെയാ പറയുന്നത്, നടന്നാ മതി എന്നാ പറയുന്നത്. നമ്മുടെയൊക്കെ വോട്ട് വഴി വരെ പോകാൻ വേണ്ടി. കിടക്കാണോ? ഈ അവസ്ഥയാണ് ഞങ്ങളുടെ. പ്രായമുള്ളവരെ സംബന്ധിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? എങ്ങനെ ഒന്ന് എടുത്തോണ്ട് പോകാനാ? അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് ഇപ്പൊ? ഇപ്പം 90 ആണല്ലേ? ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ വന്ന് വോട്ട് ചെയ്ത് മേടിച്ചോണ്ട് പോയി. ഇവിടെ വന്ന് ബൈക്കാവും. കാരണം ഇത്രയും സ്ഥലത്തുനിന്ന് ഈ സാധനം ചുമന്ന് ഇവിടെ കൊണ്ടുവരണം. പണി അവരെ കൊണ്ട് നടക്കത്തില്ല. ഇത് സർക്കാരിൻ്റെ ലൈഫ് മിഷൻ്റെ വീടാണ്. അതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? അതിൻ്റെ മോള് പോലും പൂർത്തിയാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇവിടെ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ 3 വീട് പണിയുന്ന പൈസയാവും. ഇതെല്ലാം വഴിയിൽ നിന്ന് ചുമന്നുകൊണ്ട് വേണം ഇവിടെ വരാൻ വേണ്ടി. ഇതൊക്കെ ഇവിടെ അനുവദിച്ചോരേ വേണം നമ്മൾ ആദ്യം പറയാൻ. ഇവർക്കും ഗുണമാകും. പിന്നെ നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. അവർ പറയാൻ തയ്യാറാണ്. ഇടിച്ചു വെച്ചിരിക്കുന്നത്. അതെ അതെ. ഈ മഴ ഇന്നോ നാളെ തള്ളി പോരുക. ഉരുള് പൊട്ടുന്നേക്കാളും പവറില്ല. നടന്നു പോകുന്ന വഴിക്കാണ് ഉള്ള വഴി കൂടെ അടങ്ങി വന്നത്. അതെ അതെ. കാരണം ദേഹത്തോട് ഇതുണ്ടോ പെട്ടി അടച്ച് മുഴുവൻ എല്ലാരും ബ്ലോക്കാണ്. അവിടെ ഒരു എല്ല് കിടക്കുന്നുണ്ട്. ഞാൻ കണ്ടു. പട്ടിണിയാണെങ്കിൽ കടന്നുറങ്ങാം. വീട്ടിലൊന്നും വന്നു പറ്റില്ല. പിന്നെ അതെ, തീർച്ചയായിട്ടും. ഒന്നാമത് ഈ പാമ്പ് ശല്യം എല്ലായിടത്തും പാമ്പിന്റെ. എത്ര ദിവസമായി പാമ്പിന്റെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. ഏതാ അല്ല ബെഡ് സ്വിച്ച് അത് ലൈറ്റും കിടപ്പില്ല. ആ ബൾബൊന്ന് മാറ്റിയിട്ട് വരാൻ പറഞ്ഞിട്ട് അതുപോലെ ഞാൻ പറഞ്ഞ. അല്ല, സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ അത്യാവശ്യം എല്ലായിടത്തും ചെയ്ത് കൊടുക്കണമെന്നുള്ള ഇതുണ്ട്, പഞ്ചായത്തിലുണ്ട്. കഴിഞ്ഞ ജോബി എന്ന് പറഞ്ഞ പുള്ളി മെമ്പറായിട്ട് അവിടെ മേളിൽ ഒരു വീട്ടിൽ കമ്മിറ്റി കൂടിയപ്പോൾ ഞാൻ ഇതേപ്പറ്റി അവതരിപ്പിച്ചത്. അന്നേരം ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും ഇവിടെ വഴി വരും എന്ന് പറഞ്ഞു. ജോബി ജയിച്ചു പോയിട്ട് ആ മെമ്പറിനെ കണ്ടിട്ട് മാറ്റിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല. എതിലെ പോയെന്നാൽ ഇതില്ല. സത്യമാണ് അവരോട് ചോദിച്ചു നോക്കാൻ. ഞങ്ങൾ ഇന്നെ വോട്ട് ചെയ്തവരാ ഇരിക്കുന്നില്ല. എതിലെ പോയെന്നറിയത്തില്ല. 2000 ലിറ്ററിന്റെ ടാങ്ക് കൊണ്ട് വെച്ചിട്ട് വെള്ളം തരാമെന്ന് പറഞ്ഞു. അതും ഇല്ല. ടാങ്കും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. ആയിക്കോട്ടെ, നമുക്കത് വീഡിയോ നല്ല രീതിയിൽ തന്നെ പോകും. കാരണം വഴി പ്രശ്നം ആയതുകൊണ്ട് നല്ല എല്ലാവരും അറിയും. MLA അറിയും, പഞ്ചായത്ത് അറിയും, എല്ലാ പഞ്ചായത്തുകളും അറിയും. അറിയട്ടെ, എല്ലാവരും ഒന്ന് അറിയട്ടെ. പിന്നെ നമ്മുടെ വോട്ട് മാത്രം പോരല്ലോ. അത് മാത്രം കയ്യാൻ മറ്റു വെച്ചാൽ പോരല്ലോ. പിന്നെ അതെ അതെ, ജനങ്ങളുടെ ആവശ്യം കൂടെ നടത്തി കൊടുക്കണ്ടേ.
അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഇത്രയും വീട്ടുകാരുടെ ദുരിതാവസ്ഥകൾ. ഇതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യണം. കാരണം ഇവർക്കൊക്കെ ഇവിടെ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇവർക്ക് കുടിവെള്ളം വേണം, സ്ട്രീറ്റ് ലൈറ്റ് വേണം, വഴി വേണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ അധികാരികൾ ബാധ്യസ്ഥരാണ്. പഞ്ചായത്ത് ഇതിന് മുൻകൈ എടുക്കണം, വാകത്താനം പഞ്ചായത്ത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ കാര്യത്തിന് ഉടനടി എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നമുക്ക് മറ്റൊരു മീഡിയയുമായി വീണ്ടും കാണാം.